ഹായ് ഓൾ ക്രിയേറ്റീവ് എക്സ്പ്ലോഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് സാംസങ് ഗാലക്സി വാച്ച്. കംഫർട്ടബിൾ ഡിസൈൻ, അതാണ് സാംസങ് ഗാലക്സി ആക്റ്റീവ് വാച്ചുകളെ കുറിച്ച് അതിൻ്റെ പുതിയ യൂസേഴ്സും മുന്നേ ഉണ്ടായിരുന്ന യൂസേഴ്സും പറയുന്നത്. കംഫർട്ടബിൾ ഡിസൈൻ. ഈ വാച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. മീൻസ് നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈലിനനുസരിച്ചും വണ്ടിയുടെ സ്റ്റൈലിനനുസരിച്ചും എന്ത് സ്റ്റൈലിനനുസരിച്ചും നമുക്ക് ഇതിൻ്റെ സ്ട്രാപ്പുകൾ മാറ്റി 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 ഉപയോഗിക്കാം. സ്ട്രാപ്പുകൾ വൈഡ് റേഞ്ച് ഓഫ് കളേഴ്സിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഇപ്പോൾ ഇത് പല മോഡൽസിലും ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന മോഡൽ ഇതിൻ്റെ ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള അലുമിനിയം സ്മാർട്ട് വാച്ചസുകളാണ്. അലുമിനിയം, സ്റ്റീൽ, അങ്ങനെ പല വെറൈറ്റീസ് കിട്ടുന്നുണ്ട്. ഒരു 25,000 രൂപയ്ക്ക് അകത്ത് വില വരുന്ന അലുമിനിയം വാച്ചുകളെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ആക്റ്റീവ് സീരീസ് 2. ഓക്കെ, ഫസ്റ്റ് നമുക്കിതിൻ്റെ പാക്കറ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. എന്തൊക്കെയാണ് ഇതിൻ്റെ പാക്കറ്റിനകത്ത് വരുന്നതെന്ന് നമുക്കൊന്ന് കാണാം. ഒരു ചെറിയ പാക്കറ്റിനകത്താണ് വരുന്നത്. സാധാരണ നമ്മുടെ ഐ വാച്ചുകൾ വരും പോലെ വലിയ പാക്കറ്റിനകത്തല്ല, ഒരു ചെറിയ വാച്ചിൻ്റെ നോർമൽ നമ്മൾ വാച്ചൊക്കെ മേടിക്കുന്ന പാക്കറ്റുകൾ അതുപോലെയാണ് വരുന്നത്. ഒരു ഹിഡൻ പാക്കറ്റ് ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഇതെന്തുവാണ്? സാംസങ് പേപ്പർ വർക്ക്, നോർമലി സ്ഥിരമായിട്ട് വരുന്ന പേപ്പർ വർക്കാണ്. എന്തെങ്കിലും സ്റ്റിക്കറോ എന്തെങ്കിലും ഉണ്ടോ എന്ന് കാണാം. ഒരു വാറൻറ്റി കാർഡ്, പിന്നെ മാനുവൽ. ഇത് അറബിക് മാനുവൽ, ഇത് ഇംഗ്ലീഷിലെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്. നമുക്ക് വാച്ച് ഒന്ന് കാണാം. ഇതിൻ്റെ ചാർജറാണ്. സാംസങ് ഗാലക്സി ആക്റ്റീവ് വാച്ചിൻ്റെ കൂടെ വരുന്നത് ഒരു 5 വോൾട്ട് 1 ആംപിയറിൻ്റെ വയർലെസ് ചാർജറാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ അഡാപ്റ്റേഴ്സ് ഒന്നും ലഭിക്കത്തില്ല. അഡാപ്റ്റേഴ്സ് നമുക്കിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൻ്റെ അഡാപ്റ്റേഴ്സ് 1 ആംപിയർ ആയിരുന്നാലും 2 ആംപിയർ ആയിരുന്നാലും ഉപയോഗിക്കാം. അതിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിൻ്റെയോ കമ്പ്യൂട്ടറിൻ്റെ USB കണക്ട് ചെയ്തും ഉപയോഗിക്കാം. ഇവിടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം 5 വോൾട്ട് 1 ആംപിയർ എന്ന് എഴുതിയിരിക്കുന്നത്. ഇതൊരു വയർലെസ് ചാർജറാണ്. ഇതിൽ വാച്ചിൻ്റെ പുറകു ഭാഗം ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി. ഒരു മാഗ്നറ്റിക് അട്രാക്ഷൻ വരും. മാഗ്നറ്റിൽ പ്രസ്സായി അത് ചാർജിങ് സ്റ്റാർട്ട് ചെയ്യും. അത് ഞാൻ കാണിക്കാം. വാവ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കംഫർട്ടബിൾ ഡിസൈൻ, വളരെ വളരെ മികച്ച ഒരു പ്രോഡക്റ്റ് ക്വാളിറ്റിയിലാണ് സാംസങ് ആക്റ്റീവ് വാച്ച് 2കൾ അവർ ഇറക്കിയിരിക്കുന്നത്. മുന്നേ ഉണ്ടായിരുന്ന വാച്ചുകളുടെ ഇതുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുമ്പോഴത്തേക്കും അതിലൊരു മാനുവൽ ബെസലായിരുന്നു. അതിന് മാനുവൽ കൺട്രോൾസ് ആയിരുന്നു 4 ചുറ്റും കൊടുത്തിരുന്നത്. ഇപ്പോൾ അതെല്ലാം മാറ്റി ടച്ചിലേക്ക് മാറ്റി എന്ന് തോന്നുന്നു. ഒരു എൻലാർജ്ഡ് ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. ഇതൊരു സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. സൈഡിൽ നമുക്ക് സ്പീക്കേഴ്സ് കാണാം, 2 മാനുവൽ സ്വിച്ച് കാണാം, ഒരു മൈക്ക് കാണാം. പിന്നെ നോർമൽ എല്ലാ സ്മാർട്ട് വാച്ചുകളെ പോലെ തന്നെ താഴ് ഭാഗത്തായിട്ട് നമുക്ക് ഇതിൻ്റെ സെൻസേഴ്സ് എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. ഇല്ല, പവർ ഓൺ ആകുന്നില്ല. ഐ തിങ്ക് ചാർജ് കാണത്തില്ല. നമുക്കിത് ചാർജ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഒരു ടൈംലെസ് ഡിസൈൻ തന്നെയാണ്. ഡിജിറ്റൽ ടച്ച് ബസൽസും കട്ടിങ് എഡ്ജും ആക്ടിവിറ്റി ട്രാക്കറും എല്ലാം കൂടെ ഉള്ള ഒരു പവർ പാക്ഡ് ആണ് ഈ വാച്ച്. എന്ത് ക്വാളിറ്റിയാണ്! കയ്യിൽ നമ്മളിപ്പോൾ എൻ്റെ കയ്യിൽ ഇതിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നു. വാച്ചുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് ഒന്ന് ഫസ്റ്റ് വായിച്ച് നോക്കണം. അതിലേക്ക് പോകാം. അതിൽ മെയിനായിട്ട് ഡിവൈസ് ലേ ഔട്ട് തന്നിട്ടുണ്ട്. ലേ ഔട്ടുമായിട്ട് നമുക്ക് നോക്കാം. ഇതിൻ്റെ ടോപ്പിലായിട്ട് നമുക്ക് കാണാം, അതാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ സെൻസർ കൊടുത്തിരിക്കുന്നത്. അവിടെയാണ് സൈഡിൽ മേളിലായിട്ട് ബാക്ക് ബട്ടൺ കീ തന്നിട്ടുണ്ട്. ബാക്ക് കീ ആണ്. ഒരു ബട്ടൺ, മാനുവൽ പുഷ് ബട്ടൺ സ്വിച്ച് ആണ്. അതിന് ഹോം കീക്കും ഇടയ്ക്കായിട്ട് ഒരു മൈക്രോഫോൺ കാണാം. താഴെ വരുന്നത് ഹോം കീ ആണ്. പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് കണക്ക് മെനു ഹോം കീ ആണ് വരുന്നത്, താഴെ വരുന്നത്. പിന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് സ്പീക്കർ വരുന്നത് എന്ന് ഈ ഡിവൈസ് ലേഔട്ടിൽ തന്നിട്ടുണ്ട്. നമുക്ക് കാണാം. യെസ്, സ്പീക്കർ തന്നിട്ട്. ഇതൊരു ഫുള്ളി വാട്ടർ റെസിസ്റ്റന്റ് വാച്ച് ആണ് കേട്ടോ. 50 mm വാട്ടർ റെസിസ്റ്റന്റ് വാച്ച് ആണ്. സ്വിമ്മിങ് റെഡി ആയിട്ട് ഇറക്കിയിരിക്കുന്നതാണ്.
പിന്നെ താഴെ പ്രഷർ സെൻസറിന്റെ ലെഫ്റ്റ് ആയിട്ട് നോക്കുമ്പോൾ നമുക്കൊരു പ്രഷർ വെൻഡർ കാണാം. താഴെ മീൻസ് റിയർ സൈഡിൽ അവിടെ തന്നെയാണ് ഹാർട്ട് റേറ്റ് സെൻസർ വരുന്നത്. ബാക്കി എല്ലാ കൺട്രോൾ സെൻസേഴ്സും അവിടെ തന്നെയാണ് വരുന്നത്. നമുക്കിവിടെ കാണാം വളരെ സ്ലീക്ക് ഡിസൈൻ, പെർഫെക്റ്റ് ഡിസൈനിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, വയർലെസ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരു ഏതെങ്കിലും ഒരു മൊബൈൽ ഫോണിന്റെ 1 ആംപിയറോ 2 ആംപിയറോ വരുന്ന 1 ആംപിയർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. 5 വോൾട്ട് ഇതിലേക്ക് നമ്മുടെ വയർലെസ് ചാർജർ കണക്ട് ചെയ്ത് ജസ്റ്റ് വാച്ച് ഇതിന്റെ മുകളിൽ വെച്ചാൽ മതി. ഇതാണ് ഇപ്പോൾ നിങ്ങൾ, അതായത് 0% ചാർജിലിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ സ്മാർട്ട് വാച്ച് ചാർജ് ചെയ്യാൻ വെക്കുമ്പോൾ കാണിക്കുന്ന ഒരു ഡിസ്പ്ലേ ആണിത്. ഓക്കെ, നമ്മൾ അത്യാവശ്യം ചാർജ് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് ഈ വാച്ചിന്റെ ക്വാളിറ്റി നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആ സൂപ്പർ AMOLED ഡിസ്പ്ലേ എന്തുമാത്രം ഒരു ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് കാണാം. വാച്ച് വളരെ സ്ലീക്ക്, വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് പവർ ഓൺ ചെയ്യാം. ഓക്കെ, സാംസങ്ങിന്റെ ഇപ്പോഴത്തെ ഗാലക്സി മൊബൈൽ ഫോണുകളിൽ വരുന്നത് പോലെ തന്നെ ഗാലക്സി വാച്ച് ആക്റ്റീവ് 2 എന്നുള്ള ഒരു ഡിസ്പ്ലേ കാണാം. നമുക്കിതിന്റെ ഒരു വ്യൂയിങ് ആംഗിൾ നോക്കാം. വാവ്, എത്ര ചരിച്ചാലും നമുക്ക് എത്ര മാറ്റിയാലും നമുക്ക് വളരെ ക്ലീൻ ആയിട്ട് എൻ്റെ ഡിസ്പ്ലേ കാണാൻ പറ്റുന്നുണ്ട്, വൈറ്റ് ലെറ്റേഴ്സ്. ഓക്കെ, വളരെ കുറച്ച് ചാർജേ ഉള്ളൂ, ഒരു 29% ചാർജേ ഉള്ളൂ. ഒരു 5 മിനിറ്റ്സ് പോലും ഞാൻ വെച്ചില്ല. ഓക്കെ, വളരെ സ്പീഡായിട്ടാണ് ചാർജ് ആയത്. അപ്പോൾ ഇതിപ്പോൾ പവർ സേവർ മോഡിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് വേറെ സെറ്റിങ്സ് ഒന്നും വരാത്തത്. നമുക്ക് പവർ സേവർ മോഡ് ഒന്ന് മാറ്റാൻ നോക്കാം. ഓക്കെ, മെനു പ്രസ് ചെയ്തപ്പോഴത്തേക്കും വേറൊന്നുമില്ല, ഫോൺ കോൾസും ടൈമും മാത്രം കാണിക്കുന്ന രീതിക്ക് പവർ സേവിങ് മോഡിലോട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ടേണിംഗ് ഓഫ് പവർ സേവിങ് മോഡ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിന്റെ സ്ട്രാപ്പ് ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത് ഒരു ബ്ലാക്ക് സ്ട്രാപ്പാണ്. നമുക്ക് നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈലിനനുസരിച്ച് സ്ട്രാപ്പുകൾ, വൈഡ് വെറൈറ്റി ഓഫ് സ്ട്രാപ്പുകൾ നമുക്ക് മേടിക്കാൻ കിട്ടും. ഏത് കളേഴ്സ് വേണമെങ്കിലും നമുക്ക് മേടിക്കാൻ കിട്ടും. സാംസങ് ഇറക്കുന്നത് തന്നെയുണ്ട്, അതായിരിക്കും കൂടുതൽ ക്വാളിറ്റി. അല്ലാതെ തേർഡ് പാർട്ടീസും ഇറക്കുന്നുണ്ട്, പക്ഷേ സാംസങ് ഇറക്കുന്നതാണ് നല്ല സ്ട്രാപ്പുകൾ, അതായത് നല്ല ക്വാളിറ്റി സ്ട്രാപ്പുകൾ നമുക്ക് കിട്ടുന്നത്. ഏത് സ്ട്രാപ്പ് വേണോ കണക്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, പവർ ഓൺ ആയി. വാവ്, ഗ്രേറ്റ്, എന്തൊരു ക്വാളിറ്റിയാണ്, നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാം. എല്ലാവർക്കും സാംസങ് ഗാലക്സി വാച്ചുകളെ കുറിച്ച് പരിചയം ഉണ്ടായിരിക്കും. പഴയ വാച്ചുകളിലുള്ള അതുപോലുള്ള സെറ്റിങ്സ് തന്നെയാണ് ഇതിലും ഉള്ളത്. കുറച്ചുകൂടെ ക്വാളിറ്റി കൂടിയിട്ടുണ്ടെന്നേ ഉള്ളൂ. നമ്മുടെ പഴയ മാനുവലി കൺട്രോൾ ചെയ്യുന്ന ഒരു ബെസലിന് പകരം ഇപ്പോൾ ടച്ചിൽ തന്നെ അത് തന്നിരിക്കുകയാണ്. റീസെന്റ് ആപ്സിനകത്തൊന്നുമില്ല, ജസ്റ്റ് പവർ ഓൺ ചെയ്തേ ഉള്ളൂ. ഓക്കെ, ഇതിനകത്ത് ഉള്ളൊരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും ഈ വാച്ച് നമ്മൾ കയ്യിൽ കെട്ടുകയോ ശരീരത്തിൽ ധരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഒരു സ്പോർട്സ് ആക്ടിവിറ്റി, ഇപ്പോൾ സ്വിമ്മിങ് ആയാലും സൈക്ലിംഗ് ആയാലും ഡൈനാമിക് വർക്കൗട്ട് ആയാലും എന്തായാലും റണ്ണിങ് ആയാലും ഇത് ഓട്ടോമാറ്റിക് അത് സെൻസ് ചെയ്യും. എന്താ ആക്ടിവിറ്റി നമ്മൾ പ്രത്യേകിച്ച് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് ഓട്ടോമാറ്റിക് നമ്മൾ റണ്ണിങ്ങിലാണോ സ്വിമ്മിങ്ങിലാണോ സൈക്ലിംഗ് ആണോ ചെയ്യുന്നതെന്ന് അവർ തന്നെ സെൻസ് ചെയ്യും. ഇപ്പൊ ഞാനൊരു കലണ്ടറിന്റെ വ്യൂ എടുത്ത് നിങ്ങൾ കണ്ടല്ലോ, വളരെ ചെറിയ ലെറ്റേഴ്സ് ആയിട്ടും എന്ത് ബ്രൈറ്റ് ആയിട്ടും എന്ത് ക്ലിയർ ആയിട്ടുമാണ് കാണാൻ പറ്റുന്നതെന്ന് കണ്ടല്ലോ. ഓക്കെ, ഇത് ഹാർട്ട് സെൻസറിന്റെ ആണ്, ഹാർട്ട് ബീറ്റ് സെൻസർ. ഹാർട്ട് ബീറ്റ് എത്ര ഇതിലാണ് ബീറ്റ് ചെയ്യുന്നതെന്നും മറ്റുള്ള ഹെൽത്ത് റിപ്പോർട്ട്സും എല്ലാം കാണിക്കുന്നുണ്ട്. സാംസങ് തന്നെ പറയുന്നുണ്ട് എല്ലാ വാച്ചുകളെയും പോലെ തന്നെ ഇതൊരിക്കലും ഒരു ഹെൽത്ത് മോണിറ്ററിംഗ് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല, ഇതെല്ലാം ജസ്റ്റ് വാല്യൂസ് ആണ് എന്ന് അവർ പറയുന്നുണ്ട്. എല്ലാ വാച്ചുകളെ കുറിച്ചും അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ പല 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 ഡിസ്പ്ലേയുടെ ആ ഒരു ടൈം കാണിക്കുന്ന ഫങ്ഷൻസ് പല ഇതായിട്ട് നമുക്ക് മാറ്റിയിടാൻ പറ്റും. പല ഗാഡ്ഗറ്റ്സും നമുക്ക് ഫ്രണ്ട് സ്ക്രീനിൽ കൊണ്ടുവരെത്തിക്കാനും പറ്റും. പിന്നെ കമ്പനി പറയുന്നത് ഇതിൻ്റെ ഒരു ലോങ് ലാസ്റ്റിംഗ് ബാറ്ററി നമ്മുടെ ഒരു നല്ലൊരു യൂസിലും 1 ഡേ ഫുൾ സർവൈവ് ചെയ്യുമെന്നാണ്. ഓക്കെ, സ്പീക്കേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം, വാട്ടർ പ്രൂഫ് സ്പീക്കറാണ്, പ്രഷർ സെൻസർ. വളരെ സ്ലീക്ക് ഡിസൈനാണ്, ഇതിൻ്റെ ഡിസൈനാണ് എനിക്ക് ഏറ്റവും മികച്ചതായിട്ട് ഇഷ്ടപ്പെട്ടത്. പിന്നെ വേക്കപ്പ് സ്ക്രീനും എല്ലാം ഉണ്ട്. സ്ക്രീൻ ഇൻ കേസ് ഡിം ആവുകയാണെങ്കിൽ നമ്മൾ സമയം നോക്കുമ്പോൾ കൈ തിരിച്ച് കൊണ്ടുവരുമ്പോഴത്തേക്കും വേക്കപ്പ് ആവും സ്ക്രീൻ. ഞാനൊന്നുകൂടെ വ്യക്തമായിട്ട് കാണിക്കാം. സ്ക്രീന് ഓഫ് ആകുമ്പോഴത്തേക്കും നമ്മൾ മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്ക്രീൻ ഓഫായി, മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ വേക്കപ്പ് ആവും. വളരെ സ്പീഡായിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ്, പെട്ടെന്നൊന്നും സ്ക്രാച്ച് ആവുകയോ വെള്ളം കയറുകയോ ചെയ്യത്തില്ല. പിന്നെ നമുക്ക് ഇതിനകത്ത് കുറേ ആപ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ കാണാം റണ്ണിങ്, സൈക്ലിംഗ്, ഹാർട്ട് റേറ്റ് എല്ലാം നോർമൽ എല്ലാ സ്മാർട്ട് വാച്ചുകളെ പോലെ തന്നെ എല്ലാം കാണാൻ പറ്റും. ഈ വാച്ച് മേടിക്കുന്നതിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ ആ പ്രോഡക്റ്റ് ക്വാളിറ്റി തന്നെയാണ്. സൂപ്പർ AMOLED ഡിസ്പ്ലേ വളരെ ബ്രൈറ്റ് ആണ്, പെർഫെക്റ്റ് AMOLED സ്ക്രീനാണ്. 5 ATM, അതായത് അപ് ടു 50 മീറ്റേഴ്സ് വരെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. പിന്നെ ഇതിൽ വിത്ത് കോൾ ഫങ്ഷൻസ് എല്ലാം തന്നെയുണ്ട്.
ഫിറ്റ്നസ്, ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ നമുക്ക് എല്ലാ കാര്യത്തിനും ഉപയോഗിക്കാം. ഓക്കെ, കാണാം എന്തൊരു ക്വാളിറ്റിയിലാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് കാണാം. സ്ട്രാപ്പ് മെറ്റീരിയൽ നോർമലി വരുന്നത് സിലിക്കോണിലാണ്. ഇനി നമുക്കിതൊന്ന് ചാർജിന് കൊടുത്തു നോക്കാം. അതായത് പവർ ഓൺ സ്ക്രീനിൽ ചാർജിന് കൊടുക്കുമ്പോൾ എന്താണ് കാണിക്കുന്നത്? ഓക്കെ, പവർ ഓൺ ആയിരിക്കുമ്പോഴത്തേക്കും ചാർജിന് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് കാണിക്കുന്നത്? 28% നിന്ന് 100% എത്താൻ 1 hour 49 minutes ആണ് കാണിക്കുന്നത്. ഇതിനകത്ത് ആക്സിലറോമീറ്റർ, ബാരോമീറ്റർ, ഗെയറോമീറ്റർ, ഹാർട്ട് റേറ്റ് സെൻസർ, ആംബിയൻ ലൈറ്റ് സെൻസർ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. ബോത്ത് iOS-ലും ആൻഡ്രോയിഡ് ഫോണിലും ഇത് കണക്ട് ആവും. ലിഥിയം പോളിമർ ബാറ്ററിയാണ് ഇതിന് വരുന്നത്. നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് വൈബ്രേഷനും ഉപയോഗിച്ചിട്ടുണ്ട്.